അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്രയും കാലം കണ്ടത് അമേരിക്ക ഒന്ന് കണ്ണുരുട്ടിയാൽ ഉടനെ തന്നെ ട്രംപിനെ വിളിച്ച് ട്രംപെ എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാം, ഞങ്ങൾക്കെതിരെ ഒന്നും ചെയ്യരുത്, താരിഫ് ചുമത്തരുത് എന്ന് പറഞ്ഞ് കേണപേക്ഷിക്കുന്ന ആളുകളെയാണ് കണ്ടിട്ടുള്ളത്. ഈവൻ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് പോലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ വിളിച്ച് തങ്ങളുടെ താരിഫ് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഒരു നിലപാടെടുത്തിരിക്കുന്നത് ഉടനെ അമേരിക്കൻ പ്രസിഡന്റിനെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ രാവിലെ നമ്മുടെ ദേശീയ മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് നേരത്തെ പറഞ്ഞിരുന്നത് ട്രംപ് ഇത്രയും താരിഫ് ചുമത്തുന്ന സമയത്ത് മോദി ട്രംപിനെ വിളിച്ച് സംസാരിക്കും എന്നൊരു വാർത്ത വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ നരേന്ദ്രമോദി ട്രംപിനെ വിളിച്ച് സംസാരിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലെത്തിയിരിക്കുകയാണ്. തൽക്കാലം അതിനുള്ള സമയമായിട്ടില്ല എന്നാണ് ഇന്ത്യ കരുതുന്നത്. ട്രംപ് ആഗ്രഹിക്കുന്ന ചിലപ്പോൾ നരേന്ദ്രമോദി ഒന്ന് വിളിച്ച് സംസാരിക്കണമെന്നായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ഒരു അനുനയം ഇപ്പോൾ വേണ്ട എന്ന് ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് ഈ ഇന്ത്യയുടെ മേലെ ചുമത്തിയിരിക്കുന്ന 25% തീരുവയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നതിനായിട്ട് ഇന്ത്യ ഒരു ടീമിനെ നിയോഗിച്ചിട്ടുണ്ട്. അമേരിക്കയുമായിട്ട് ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ആ ടീമാണ് നടത്തുന്നത്. അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ചർച്ചകൾ അതനുസരിച്ച് പുരോഗമിക്കട്ടെ, രണ്ടു കൂട്ടരും തമ്മിൽ ആ ചർച്ചകൾ നടക്കട്ടെ. ഇതിനിടയിൽ എന്തായാലും ട്രംപിനെ വിളിച്ച് അനുനയിപ്പിച്ച് എന്തെങ്കിലും ഒന്ന് നേടേണ്ടതില്ല എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിചാരിക്കുകയാണ്. അദ്ദേഹം അങ്ങനെ വിചാരിക്കുന്നത് ട്രംപിന് വീണ്ടും വലിയ നാണക്കേടായിരിക്കുകയാണ്. അതിലൊരു തർക്കവുമില്ല. ട്രംപ് അങ്ങനെയാണ്, ഭയങ്കരമായിട്ട് ഈഗോയുള്ള ഒരു മനുഷ്യനാണ്. സ്വയം വലിയ സംഭവമായിട്ടാണ് ട്രംപ് തന്നെ കുറിച്ച് കരുതുന്നത്. പക്ഷേ ഈ ബഹുമാനം എന്ന് പറയുന്നത് അത് എങ്ങനെ പിടിച്ചു വാങ്ങാൻ പറ്റില്ല. ഞാൻ ഭയങ്കര സമ്പന്നനാണ്, ഞാൻ ഭയങ്കര പവർഫുൾ ആണ്, നിങ്ങൾ എന്നെ ബഹുമാനിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരും ഒന്നും ബഹുമാനിക്കില്ല. പേടിയുള്ള കുറച്ച് പേര് ബഹുമാനിച്ചേക്കാം. പക്ഷെ എല്ലാ മനുഷ്യന്മാരും, പ്രത്യേകിച്ച് സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആൾക്കാർ അങ്ങനെയൊന്നും ബഹുമാനിക്കില്ല. താൻ ആരോടൊന്ന് ചോദിക്കും. തന്റെ പൈസ ഉണ്ടെങ്കിൽ തനിക്കുള്ളാന്ന് പറയും. തനിക്ക് പവർ ഉണ്ടെങ്കിൽ തന്റെ കയ്യിൽ വെച്ചാൽ മതി, എന്നോട് അത് എടുക്കണ്ടെന്ന് പറയും. അങ്ങനെ പറയുന്നവരും ഉണ്ട്. ഇത് ട്രംപ് മനസ്സിലാക്കിയിട്ടില്ല. പക്ഷെ ട്രംപ് ഇപ്പോൾ അത് മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഈ റഷ്യയുടെ അടുത്ത് ട്രംപിനുണ്ടായ പ്രശ്നം അതാണ്. നമ്മൾ ട്രംപ് വന്ന സമയത്ത് ഓർക്കുന്നുണ്ടാവും എല്ലാവരും. ട്രംപ് ഭയങ്കരമായിട്ട് പുടിനെ പോഴ്ത്തി പറഞ്ഞു, റഷ്യയെ പോഴ്ത്തി പറഞ്ഞു, എല്ലാത്തിനും കാരണം യുക്രൈനും സെലൻസ്കി ആണെന്ന് പറഞ്ഞു. പെട്ടെന്ന് ട്രംപ് പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ, ട്രംപിന്റെ സൗകര്യത്തിന് പുടിനെ കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ഇപ്പൊ റഷ്യയും പുടിനും എന്തായി, ട്രംപിന് കണ്ണിൽ കണ്ടുകൂടാത്തവരായി. അപ്പൊ ട്രംപ് അങ്ങനെയാണ്. ആദ്യം ഒന്ന് ട്രംപ് സോപ്പിട്ട് നോക്കി. കാരണം പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ നാണക്കേടാണല്ലോ. എങ്ങനെയെങ്കിലും സോപ്പിട്ട് യുദ്ധം നിൽക്കുകയാണെങ്കിൽ അത് വലിയൊരു ക്രെഡിറ്റ് ആയിട്ട് തനിക്ക് പറയാൻ പറ്റുമെന്ന് കരുതിയാണ് ട്രംപ് ഒന്ന് സോപ്പിട്ട് നോക്കിയത്. പക്ഷെ പുടിന് ട്രംപിനെ വിറ്റ പൈസ കയ്യിലുള്ളത് കൊണ്ട് മൂപ്പർ എന്ത് ചെയ്തു, അതിൽ വീണില്ല. ഇത് ട്രംപിന് വലിയ നാണക്കേടായി. ഉടനെ തന്നെ പുടിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത അവസ്ഥയിലായി. നരേന്ദ്രമോദിയുടെ കേസിൽ പറഞ്ഞ ഇപ്പൊ ചില വാർത്തകൾ വരുന്ന അനുസരിച്ച് ട്രംപിന്റെ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വഴങ്ങി കൊടുത്തിട്ടില്ല. പ്രത്യേകിച്ച് അവരുടെ കാർഷിക മേഖലയിലേക്ക്, ഇന്ത്യൻ കാർഷിക മേഖലയിലേക്ക് ഇടിച്ചു കയറാനുള്ള അമേരിക്കൻ കമ്പനികളുടെ ശ്രമത്തെ ഇന്ത്യ അംഗീകരിക്കുന്നില്ല. നമ്മുടെ കർഷകരെ ബാധിക്കുന്ന ഒരു തീരുമാനവും ഇന്ത്യ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. നമ്മുടെ എക്കണോമിയെ ഹേർട്ട് ചെയ്യുന്ന, നമ്മുടെ നാട്ടിലുള്ള ബിസിനസ് സംരംഭകരെ ബാധിക്കുന്ന ഒരു തീരുമാനത്തിനും ഇന്ത്യ കിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം US-ഉമായിട്ട് ട്രേഡ് നടത്താം. പക്ഷേ ഇന്ത്യക്ക് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ സെക്യൂർ ചെയ്തുകൊണ്ട് ഒരു ഫെയർ ആയിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് എത്താം. അല്ലാതെ അമേരിക്ക പറയുന്നത് പോലെ എല്ലായിടത്തും ഇളവ് വേണമെന്ന് വെച്ചാൽ നടക്കില്ല. ഇത് ഇന്ത്യ തീർത്ത് പറഞ്ഞു എന്നാണ് ഇപ്പോൾ നമ്മുടെ മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അമേരിക്കയുടെ തീരുവ ഭീഷണിയെ ലോകത്തെല്ലാവരും ഭയക്കുന്നുണ്ട്. ഇപ്പോൾ വിയറ്റ്നാം ഭയന്നു. വിയറ്റ്നാം അമേരിക്കയോട് എന്തിനും തയ്യാറാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ജപ്പാൻ, സൗത്ത് കൊറിയ, ഈവൻ ചൈന പോലും ഒന്ന് വരണ്ടു. പക്ഷെ ഇന്ത്യ ആദ്യം തൊട്ടേ വളരെ കൂൾ മൈൻഡാണ്. അതായത് ട്രംപ് താരിഫ് ചുമത്തുന്നു, ആയിക്കോട്ടെ, നമുക്ക് നോക്കാം, എന്തായാലും നമുക്ക് ചർച്ച ചെയ്യാം, നമുക്ക് നോക്കാം, ഡൺ, നിങ്ങൾ ചെയ്. ആ ഒരു രീതിയിലാണ് ഇന്ത്യ ഡീൽ ചെയ്തിട്ടുള്ളതെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ചൈന ഉടനെ തന്നെ അഗ്രസീവായിട്ടൊന്ന് തിരിച്ച് ട്രംപിനെതിരെ, അമേരിക്കയ്ക്കെതിരെ വരുന്നു. ആദ്യം ചർച്ച നടത്തി നോക്കി, നൈസായിട്ടൊന്ന് വിളിച്ച് സംസാരിച്ചു, നടക്കുന്നില്ല. ഉടനെ തന്നെ അവർ തിരിച്ച് താരിഫ് വീണ്ടും ചുമത്തി. അങ്ങനെ 50, 100, 200 എന്ന് പറഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമത്തി കളിച്ചു. പിന്നീട് റെയർ എർത്ത് എക്സ്പോർട്ട് സ്റ്റോപ്പ് ചെയ്തു ചൈന. അങ്ങനെയൊക്കെയാണ് പിന്നെ അമേരിക്ക ഒന്ന് വരിഞ്ഞു മുറുക്കി നിർത്തിയത്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബ്രോ, നിങ്ങൾ ചുമത്തിക്കോ, നോ പ്രോബ്ലം, നമുക്ക് നോക്കാം. നിങ്ങൾക്ക് മരുന്നുകളുടെ വില കൂടും, നിങ്ങളുടെ സാധനങ്ങളുടെ വില കൂടും, ഇന്ത്യൻ പ്രോഡക്റ്റുകൾ കൂടി നിങ്ങളുടെ വിപണിയിൽ വന്നാൽ നിങ്ങളുടെ ആളുകൾക്ക് അഫോർഡബിൾ ആയിട്ട് ക്വാളിറ്റി പ്രോഡക്റ്റുകൾ വാങ്ങാം. നിങ്ങൾക്കത് വേണ്ടെങ്കിൽ നിങ്ങൾ നികുതി ചുമത്തിക്കോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ തന്നെയാണ് ഇന്ത്യ അതിനെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ പറയുന്നത് പോലെ സംഗതി അത്ര നിസ്സാരവും എളുപ്പമൊന്നും അല്ല കേട്ടോ. നമുക്കത് ഭയങ്കരമായിട്ട് ദോഷമാണ്, അതിൽ തർക്കമൊന്നും വേണ്ട. ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ വിപണിയാണ് US എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ആഫ്രിക്കയിൽ മുഴുവൻ ഉള്ള സമ്പന്നരേക്കാൾ കൂടുതൽ, ആഫ്രിക്കൻ കോണ്ടിനെന്റിലുള്ള മുഴുവൻ സമ്പന്നരേക്കാൾ കൂടുതൽ അമേരിക്ക എന്ന് പറയുന്ന ഒറ്റ രാജ്യത്തുണ്ട്. ഒരുപക്ഷെ യൂറോപ്പിലുള്ള മുഴുവൻ സമ്പന്നരേക്കാൾ കൂടുതൽ ചിലപ്പോൾ അമേരിക്കയിൽ ഉണ്ടാവും. അപ്പൊ അത്രയും റിച്ച് ആയിട്ടുള്ള ആൾക്കാരുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് ട്രംപിന് ഇത്ര അഹങ്കാരവും.
അപ്പോൾ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി സാധനങ്ങൾ വിൽക്കുക, കച്ചവടം ചെയ്യുക എന്ന് പറയുന്നത് ഏതൊരു എക്സ്പോർട്ടിംഗ് കമ്പനിയുടെയും ഡ്രീമാണ്. അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒരുപാട് ലാഭം ഉണ്ടാക്കുന്നുമുണ്ട്. നമ്മൾ ഒരുപാട് പ്രോഡക്റ്റുകൾ അവിടേക്ക് കയറ്റുമതിയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ അത് വർദ്ധിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നതും. പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക കണ്ണുരുട്ടുമ്പോൾ നിന്നു കൊടുത്താൽ, അമേരിക്കയുടെ ആ ഒരു ധാർഷ്ട്യത്തിന് വഴങ്ങിക്കൊടുത്ത നമ്മുടെ തലേ കയറിയിരുന്ന് നമ്മുടെ ചെവി കടിക്കും ഇവര്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ സെൽഫ് റെസ്പെക്ട് കളഞ്ഞു കുടിച്ചുകൊണ്ട് നമ്മുടെ പരമാധികാരത്തെ എവിടെയെങ്കിലും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് ബിസിനസ് കിട്ടാൻ വേണ്ടി രാജ്യ താല്പര്യങ്ങൾ കണ്ടില്ല എന്ന് വെച്ചുകൊണ്ട് ഒരു തരം ഡീലിനും അമേരിക്കയുമായിട്ട് തയ്യാറല്ല. പക്ഷെ ഇതൊരു ബിസിനസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ട്രേഡ് ഡീൽ എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെയും ഇവിടെയും വിട്ടുവീഴ്ച വേണം. നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മൾ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. നമ്മളും വിട്ടുവീഴ്ച വേണം. പക്ഷെ നമ്മൾ മാത്രം വിട്ടുവീഴ്ച ചെയ്താൽ പോരാ, ഒന്ന്. രണ്ട്, നമുക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നതിന് പരിമിതിയുണ്ട്. ആ പരിമിതി വിട്ട് നമുക്ക് വിട്ടുവീഴ്ചയൊന്നും ചെയ്യാൻ പറ്റില്ല. ആ പരിധിയുണ്ട്. ആ പരിധിക്കുള്ളിൽ നിന്നേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ വില്ലിങ് ആവണം. അതേ സമയത്ത് അമേരിക്കയും എന്ത് ചെയ്യണം? അവരുടെ ഭാഗത്ത് അവർക്ക് എത്രത്തോളം ഫ്ലെക്സിബിൾ ആയിട്ട് അത് ചെയ്യാൻ പറ്റൂ അത്രയും അവരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം. അപ്പോൾ മാത്രമേ ഒരു കരാർ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ നരേന്ദ്രമോദിയുടെ തീരുമാനം ശക്തമായൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ട്രംപിനെ വിളിച്ച് അനുനയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സുഹൃത്തുക്കളല്ലേ, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ അയാൾ ഔദാര്യത്തിൽ നമുക്ക് വേണ്ട. രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുകൾ ആ റെസ്പെക്റ്റോട് കൂടി തന്നെ വേണം. അല്ലാതെ ഇയാൾ സൗജന്യമായിട്ടൊന്നും ചെയ്തു തരണ്ട. ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നരേന്ദ്രമോദി പോയിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു തീരുമാനമാണ്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.